കോഴി, പക്ഷി, കന്നുകാലി എന്നിവയെ വളർത്തുന്ന കർഷകർക്കും വീട്ടമ്മമാർക്കും ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ വീടുകളിലോ ഫാമുകളിലോ വളർത്തുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇനി മുതൽ പൂർണ്ണ സുരക്ഷിതമായ പാർശ്വഫലങ്ങളില്ലാത്ത അതിനൂതന വെറ്റിനറി ഹോമിയോ മരുന്നുകൾ ലഭ്യമാണ്. കേരളത്തിലെ മൃഗസംരക്ഷണ കാർഷിക മേഖല വിപ്ലവകരമായ ഉൽപാദനത്തിനും ആദായത്തിനും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഞാൻ ഡോക്ടർ ഹിദായത്തുള്ള കഴിഞ്ഞ 30 വർഷത്തോളമായി ഹോമിയോപ്പതി മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടറാണ്. 1992 എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് BHMS കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. കുറേ കാലങ്ങളായിട്ട് തന്നെ കൃഷി മേഖലയിൽ റിസർച്ച് ഉണ്ട്. ആട്, ആന, കുതിര, പശു, പന്നി, നായ, കോഴി, താറാവ്, പ്രാവ്, പൂച്ച, ആഫ്രിക്കൻ തത്ത, അലങ്കാര മത്സ്യങ്ങൾ തുടങ്ങി നിങ്ങൾ വളർത്തുന്നതെന്തുമാകട്ടെ അവ നല്ല ചുറുചുറുക്കോടെയും ആരോഗ്യത്തോടെയും വളരാൻ വെറ്റിനറി ഹോമിയോ മരുന്ന് ബെസ്റ്റ്. കക്കാടമ്പയിലുള്ള ഏകദേശം 15 ഏക്കറോളം സ്ഥലത്ത് മനക്കൽ ഓർച്ചാർഡ്സ് എന്നുള്ള ഒരു തോട്ടം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തൈ വെച്ചത് മുതൽ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ തോട്ടം ഡെവലപ്പ് ചെയ്തത് വരെയുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മുഴുവൻ ഹോമിയോപ്പതി മെഡിസിനാണ്, തുടക്കം മുതൽ വളമായിട്ടും അല്ലാതായിട്ടും. അങ്ങനെ നമുക്ക് മനക്കൽ ആഗ്രോ ഫാർമക്ക് വേണ്ടിയിട്ട് ഒരു 12ഓളം മെഡിസിനുകൾ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹോമിയോ മരുന്ന് ഇവയുടെ ജനിതക തലത്തിൽ പ്രവർത്തിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മറ്റു മരുന്നുകൾ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുമ്പോൾ ഹോമിയോ മരുന്ന് രോഗത്തിൻ്റെ മൂലകാരണങ്ങളെ കണ്ടെത്തി രോഗം പൂർണ്ണമായി ഭേദമാവാൻ സഹായിക്കും. ക്രമേണ ആരോഗ്യം മെച്ചപ്പെടുന്നതുവഴി മരുന്നുകളോടുള്ള അമിത വിധേയത്വം മാറ്റിയെടുക്കാം. ഹോമിയോ മരുന്ന് ഉപയോഗിച്ചുണ്ടാകുന്ന ഈ കർഷകർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 100% രാസമുക്തമായിരിക്കും. 100% സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങളില്ലാതെ കഴിക്കാൻ പറ്റും. കാരണം ഈ ഹോമിയോ മരുന്നിലൊന്നും മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനവും ഉപയോഗപ്പെടുത്തുന്നില്ല. ഹോമിയോ മരുന്ന് നിർമ്മാണം തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള മരുന്നിനെ ഇമ്മെറ്റീരിയൽ ആയിട്ട് ഒരു എനർജി ലെവലിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ് ഹോമിയോ മരുന്നിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഈ ജൈവ അല്ലെങ്കിൽ ഈ മരുന്ന് പൂർണ്ണമായിട്ടും ഓർഗാനിക് ആൻഡ് പൂർണ്ണമായിട്ടും നാച്ചുറൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഹോമിയോപ്പതിയുടെ പ്രസക്തി എപ്പോഴും വിട്ടുമാറാത്ത രോഗങ്ങളിലും സങ്കീർണ രോഗാവസ്ഥകളിലുമാണ്. അതങ്ങനെയാണ് ഉത്ഭവിച്ചതും വളർന്നു വന്നതും ഇപ്പോൾ തുടർന്നു പോകുന്നതും അങ്ങനെ തന്നെ. I have no wish to be a hero or a great reformer. I desire no glory. I seek only the good of mankind. ഹോമിയോപ്പതി ഒരു സമ്പൂർണ്ണ വൈദ്യശാസ്ത്രമാണ്. മനുഷ്യർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തരുത്. മറിച്ച് സസ്യമൃഗാദികളടങ്ങുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അത് ഉപയോഗപ്രദമാണ്. മറ്റു മരുന്നുകളെ അപേക്ഷിച്ച് ചിലവ് വളരെ കുറവ്, മികച്ച ഫലം, അതും കുറഞ്ഞ നാളുകൾ കൊണ്ട് ഫലം കണ്ടു തുടങ്ങും. അലോപ്പതി വൈദ്യശാസ്ത്രമാണെങ്കിലും ആയുർവേദ വൈദ്യശാസ്ത്രമാണെങ്കിലും മറ്റ് യുനാനി വൈദ്യശാസ്ത്രങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹോമിയോപ്പതിയുടെ മരുന്ന് പ്രിപ്പറേഷനാണ് ഈ വൈദ്യശാസ്ത്രത്തെ ഏറ്റവും ഗുണകരമാക്കി നിർത്തുന്നതും ഏറ്റവും വിമർശിക്കപ്പെടുന്നതും അതെന്നാണ്. ഒരു വസ്തുവിൻ്റെ കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഫോമിനെ ഡൈനാമിക് എനർജി ഫോമിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഹോമിയോപ്പതിയുടെ മരുന്ന് നിർമ്മാണം. അത് തന്നെയാണ് ആഗ്രോ ഹോമിയോപ്പതിയുടെയും മരുന്ന് നിർമ്മാണം. കൂടുതൽ മുട്ട, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ തുടങ്ങി രാസമരുന്നുകളിലെ സ്റ്റിറോയിഡിൽ നിന്നും ഹോർമോണുകളിൽ നിന്നും ഹോമിയോ മരുന്നുകൾ മുക്തമായതിനാൽ ഗുണമേന്മയുള്ള മാംസം, പാല് എന്നിവ ലഭിക്കും. വെറ്റിനറി ഹോമിയോ മരുന്ന് നൽകുന്ന നേട്ടങ്ങൾ അനുഭവിച്ചറിയാം. ഉപയോഗിക്കൂ മനക്കൽ വെറ്റിനറി മെഡിസിൻ.